വയലാറും മലയാറ്റൂർ രാമകൃഷ്ണനും ഒരുപാട് തവണ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ വയലാറിൻ്റെ അതേ മുറിയിൽ രാത്രിയിൽ ഒരുമിച്ച് കഴിയുമ്പോൾ മലയാറ്റൂർ രാമകൃഷ്ണൻ വയലാറിനോട് പെട്ടെന്ന് ചോദിച്ചു, കുട്ടാ, നീ എല്ലാ അക്ഷരവും വെച്ച് പാട്ട് എഴുതിയിട്ടുണ്ടല്ലോ, ഞാനൊരക്ഷരം തന്നാൽ അത് വെച്ച് പാട്ട് എഴുതാൻ പറ്റുമോ എന്ന്. വയലാറിനതൊരു വെല്ലുവിളിയായി തോന്നി. അക്ഷരം തരൂ, ഞാൻ ഇപ്പോൾ എഴുതി കാണിക്കാം എന്ന് വയലാർ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത മട്ടിൽ പറയുകയും ചെയ്തു. വയലാറിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് മലയാറ്റൂർ രാമകൃഷ്ണൻ പറഞ്ഞ അക്ഷരം മൃ എന്നാണ്. മൃ ഒട്ടും ആലോചിച്ചില്ല. വയലാർ അപ്പോൾ എഴുതിയ പാട്ടാണ് മൃളാനിനി മൃളാനിനി നിൻ മിഴിതളിൽ എന്ന പാട്ട്. അവൾ എന്ന ചിത്രത്തിന് വേണ്ടി എഴുതിയ പാട്ട്. മലയാറ്റൂർ രാമകൃഷ്ണൻ പറയുന്നത്, അങ്ങനെ ഒരു വാക്ക് വയലാറിന് നിമിഷ നേരം കൊണ്ട് എങ്ങനെ കിട്ടി എന്ന് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. മറ്റൊരവസരത്തിൽ ഭാര്യയിലെ പാട്ടുകൾ എഴുതുമ്പോഴും വയലാറിനോടൊപ്പം മലയാറ്റൂരുണ്ടായിരുന്നു. അപ്പം ചിലപ്പോൾ അളിയാന്നും വിളിക്കും മലയാറ്റൂർ ഈ വയലാറിനെ. അപ്പോൾ ഈ ഭാര്യയിലെ പെരിയാറേ പെരിയാറേ ഉള്ള പാട്ട്, അതിലെ എല്ലാ പാട്ടുകളും, ദയാപരനായ കർത്താവേ, അങ്ങനെയുള്ള എല്ലാ പാട്ടുകളും എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ മലയാറ്റൂർ തമാശ രൂപേണ വയലാറിനോട് പറഞ്ഞു, അളിയ, നീ പാട്ടെഴുതുമ്പോൾ അതിലെവിടെയെങ്കിലും എൻ്റെ പേരൊന്ന് ചേർക്ക്, ആ പാട്ടിലൂടെ ആകുമ്പോൾ എല്ലാവരും അറിയും, അങ്ങനെ നിലനിൽക്കുകയും ചെയ്യും എൻ്റെ പേര് എന്ന്. തമാശയായിട്ട് പറഞ്ഞതാണ്. വയലാറത് മുഖവിലയ്ക്കെടുക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ പാട്ടെഴുതി വന്നപ്പോൾ പെരിയാറേ പെരിയാറേ എന്ന പാട്ടിൽ മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാൾ കൂടണം, ശിവരാത്രി കാണണം നീ എന്ന് വയലാർ എഴുതി. അത് മലയാറ്റൂർ പറഞ്ഞതനുസരിച്ച് എഴുതിയതാണ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതുമാത്രമല്ല, അവിടെ ഒരു വലിയ ഔചിത്യം വയലാർ കൊണ്ടുവന്നു. മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാൾ കൂടണം, ക്രൈസ്തവ ഭാഷ തന്നെ അദ്ദേഹം പ്രയോഗിച്ചു. അതേസമയം ശിവരാത്രി കൂടിയാൽ മതി എന്ന്, ശിവരാത്രി കൂടുക എന്നുള്ളതാണല്ലോ, അത് പറയുകയും ചെയ്തു. അതാണ് എടുത്തു പറഞ്ഞുകൊണ്ട് മലയാറ്റൂർ പറഞ്ഞു, എന്നെ വിസ്മയഭരിതനാക്കിയ നിമിഷങ്ങളായിരുന്നു അത് എന്ന് മലയാറ്റൂർ എന്നോട് പറഞ്ഞ കഥയാണത്. കഥയല്ല, നടന്ന സംഭവമാണത്. പാദമുദ്ര എന്ന ചിത്രമെടുത്ത ആർ സുകുമാരൻ പേട്ട ഹൈസ്കൂളിലെ ഡ്രോയിങ് അധ്യാപകനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ അടൂരിൽ വിശ്രമജീവിതം നയിക്കുകയാണ്. അദ്ദേഹത്തെ എനിക്ക് വളരെ കാലമായി പരിചയമുണ്ടായിരുന്നു. അദ്ദേഹം ഒന്നാന്തരം ചിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ ചില ചിത്രങ്ങൾ ഒരുമിച്ച് തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ ജർമ്മനിയിലേക്ക് കൊണ്ടുപോയി അവിടെയും പ്രദർശിപ്പിച്ചു. ജർമ്മനിയിൽ പോയ അദ്ദേഹം തിരിച്ചു വന്നപ്പോഴാണ് പാദമുദ്ര എന്ന സിനിമ എടുക്കാനുള്ള ആലോചന ഉണ്ടായതും ആ സിനിമ എടുക്കാനായിട്ട് ഒരു നിർമ്മാതാവിനെ ലഭിച്ചതും എല്ലാം. അങ്ങനെ ആ സിനിമയുടെ പാട്ടുകൾ ആരാണ് എഴുതേണ്ടത് എന്ന ചർച്ചയിൽ അദ്ദേഹത്തിനോട് എനിക്ക് അടുപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് എന്നെ കൂടെ ഭാഗഭാക്കാകുകയായിരുന്നു. അപ്പോൾ എൻ്റെ ജൂനിയറായി പഠിച്ച കുടപ്പനക്കുന്ന് ഹരി കുടപ്പനക്കുന്ന് എന്നാണ് അദ്ദേഹം അറിയപ്പെടുക. അദ്ദേഹത്തെ ഞങ്ങളെല്ലാവരും എന്നും സുമാരൻ സാറിൻ്റെ, ഞാൻ സുമാര സാറെന്നാണ് അദ്ദേഹത്തെ വിളിക്കുക, സുമാര സാറിൻ്റെ മുറിയിൽ വഞ്ചിയൂരുള്ള ഒരു വസന്ത ലോഡ്ജിൽ ഒത്തുകൂടുകയും ഞങ്ങളിങ്ങനെ പല കാര്യങ്ങളും എന്നും, ഞാനന്ന് കഴക്കൂട്ടത്തെ FCI ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ട്രെയിൻ കയറി പേട്ടയിലിറങ്ങും, പേട്ടയിൽ നിന്ന് പതുക്കെ നടന്ന് വഞ്ചിയൂരെത്തും. വഞ്ചിയൂരിൽ ഈ വസന്ത ലോഡ്ജിൽ സുമാര സാറുണ്ടാവും. അവിടെ അഡ്വക്കേറ്റ് മോഹൻ എന്ന് പറഞ്ഞൊരു, മടവൂർ മോഹൻ എന്ന് പറഞ്ഞ വേറൊരാളുണ്ട്. ഇവർ രണ്ടുപേരും ആ മുറിയിൽ താങ്ങും. അവിടെ ഇരുന്ന് ഞങ്ങൾ സാഹിത്യം, സിനിമ, കല ഒക്കെ ചർച്ച ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇദ്ദേഹം ഒരു ദിവസം പെട്ടെന്ന് പാദമുദ്രയുടെ കാര്യം പറയുകയും അതിലെ പാട്ടുകളുടെ കാര്യം ചർച്ചയ്ക്ക് വരികയും ചെയ്യുന്നത്.
അപ്പം അവിടെ കൂടെ വരാറുണ്ടായിരുന്ന ഹരി കുടപ്പനക്കൊന്നിനെ കൊണ്ട് ആ പാട്ടുകൾ എഴുതിക്കാം എന്ന് കരുതുകയും അങ്ങനെ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ സംഗീത സംവിധായകൻ ആര് വേണം എന്ന ചർച്ചയിലും ഞങ്ങളെല്ലാം സജീവമായി പങ്കെടുക്കുകയും അവസാനം വിദ്യാരൻ എന്ന് പറയുന്ന വിദ്യാരൻ മാസ്റ്ററിനെ ഞങ്ങൾ നിർദ്ദേശിക്കുകയും സുകുമാര സാർ അത് സ്വീകരിക്കുകയും ചെയ്തു. വേളി യൂത്ത് ഹോസ്റ്റലിൽ വെച്ചാണ് അതിൻ്റെ കമ്പോസിങ് നടക്കുന്നത്. ആ പാട്ടുകളുടെ കമ്പോസിങ് നടക്കുമ്പോൾ ഞാനും കൂടി ഉണ്ടാകണമെന്ന് സുകുമാരൻ സാർ നിർദ്ദേശിക്കുകയും ഞാനവിടെ ചെല്ലുകയും ചെയ്തു. ഹരിയാണ് പാട്ട് എഴുതിയിരിക്കുന്നത്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും എന്ന് പറയുന്ന ആ സിനിമയിലെ വളരെ പ്രശസ്തമായ പാട്ട് എഴുതിയത്. അപ്പോൾ ഇതിൻ്റെ കമ്പോസിങ് നടക്കുകയാണ്. ഞാനവിടെ ചെല്ലുമ്പോൾ അവിചാരിതമായിട്ട് ഞാനൊരാളെ കണ്ടുമുട്ടി, സാക്ഷാൽ പി പത്മരാജനെ വളരെ കാലം കൊണ്ട് എനിക്ക് പരിചയമുണ്ട്. കാരണം ആകാശവാണിയിലും അല്ലാതെയും ഒക്കെ പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ വന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സിനിമയ്ക്ക് പാട്ടിൻ്റെ കമ്പോസിംഗ് ആണ്, പഴതമുദ്ര എന്ന് പറഞ്ഞ സിനിമയുടെ, അതിനുവേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ആ കമ്പോസിംഗ് കാണാം അല്ലെങ്കിൽ കേൾക്കാം, അവിടെ പോവാം എന്ന് പറഞ്ഞപ്പോൾ പത്മരാജൻ പറഞ്ഞു, വേണ്ട, വേറൊരാളുടെ സിനിമയല്ലേ, ഞാൻ വരുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊരു കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ നിർബന്ധിച്ച് പത്മരാജനെ വിളിച്ച് അവിടെ കൊണ്ടിരുത്തി. അപ്പോൾ ഈ ഹാർമോണിയം വെച്ച് വിദ്യാരൻ മാഷ് പല ട്യൂണുകൾ ഇടുകയാണ്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും എന്ന് പറയുന്ന ആ പാട്ട്, ഓങ്കാരമൂർത്തി ഓർച്ചിറയിൽ എന്ന് പറയുന്ന പാട്ട്, പല ട്യൂണുകളും ഇട്ടിട്ട് ഞങ്ങളോട് ചോദിക്കും, ഇത് കൊള്ളാമോ, ഇത് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ. അപ്പോൾ ഒരു ഘട്ടം എത്തിയപ്പോൾ ഞാൻ പതുക്കെ പത്മരാജനോട് ചോദിച്ചു, ഏത് ട്യൂണ് കൊള്ളാം എന്ന്. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, മറുപടി പറഞ്ഞില്ല. എന്നിട്ട് എന്നോട് ചെവിയിൽ പറഞ്ഞു, ഇതെൻ്റെ സിനിമയല്ല, ഞാനല്ല ഇതിൻ്റെ സംവിധായകൻ. ഞാനായിരുന്നു സംവിധായകനെങ്കിൽ എനിക്ക് അഭിപ്രായമുണ്ടായിരുന്നു. ഇത് മറ്റൊരാളുടെ സിനിമയായതുകൊണ്ട് ഞാൻ വെറും കാഴ്ചക്കാരനാണ്, പ്രത്യേകിച്ച് TP വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്, ഞാനിവിടെ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനൊരു വലിയ സത്യം മനസ്സിലാക്കിയത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ നമ്മൾ ഇടപെടാൻ പാടില്ല, ഇടപെടുന്നത് ശരിയല്ല എന്ന ഒരു സത്യം. അദ്ദേഹം വളരെ നിശബ്ദനായി അവിടെ ഇരുന്നു. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന രീതിയിലുള്ള ഈണം ആ പാട്ടിന് ഉറപ്പിച്ചു. അങ്ങനെ ആ ഈണം ഉറപ്പിച്ചതിന് ശേഷം പിന്നീട് വെളിയിറങ്ങിയപ്പോൾ പത്മരാജൻ എന്നെ തോളി തട്ടിയിട്ട് പറഞ്ഞു, എനിക്കും ഇഷ്ടപ്പെട്ടത് ഈ ട്യൂൺ തന്നെയാണ്, പക്ഷേ ഞാനത് അവിടെ പറയില്ല, കാരണം ഞാനവിടെ പറയാൻ പാടില്ല. പക്ഷേ ഞാനായിരുന്നു ഇതിൻ്റെ സംവിധായകൻ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇത് തന്നെയാണ് ഞാൻ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചമായ ഒരു ട്യൂൺ ഉണ്ടാക്കാൻ ഞാൻ പറയുമായിരുന്നു. ഞാനവിടെ മനഃപൂർവ്വമാണ് നിശബ്ദനായത് എന്ന് പറഞ്ഞു. അതൊരു പാഠമായിരുന്നു എനിക്ക്. പി സുബ്രഹ്മണ്യം എടുത്ത വളരെ പ്രശസ്തമായ സിനിമയാണ് സ്വാമി അയ്യപ്പൻ. ആ സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിൽ 2 ഗാനരചയിതാക്കളാണ് ഉള്ളത്, വയലാർ രാമവർമ്മയും ശ്രീകുമാരൻ തമ്പിയും. വയലാർ രാമവർമ്മ അന്ന് തിരക്കിൽ കഴിയുന്ന സമയമാണ്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ നിർമ്മാതാക്കൾ അദ്ദേഹത്തെ പിടിച്ച് ഏതെങ്കിലും മുറിയിൽ അടച്ചിരുത്തിയാണ് പാട്ട് എഴുതിച്ചുകൊണ്ടിരുന്നത്. പി സുബ്രഹ്മണ്യം ഇവിടെ ഗസ്റ്റ് ഹൗസിൽ ഇരുത്തി വയലാറിനെ കൊണ്ട് പാട്ടെഴുതിക്കായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് മൊബൈൽ ഫോണൊന്നും ഇറങ്ങിയിട്ടില്ല, അദ്ദേഹത്തെ ഫോണിലൊന്നും കിട്ടില്ല. അതേസമയം തോപ്പിൽ ഭാസി, KPACയുടെ തോപ്പിൽ ഭാസി ഒരു നാടകത്തിന് വേണ്ടി വയലാറിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അദ്ദേഹം പല സ്ഥലത്തും എവിടെയൊക്കെ വയലാർ ചെല്ലാൻ സാധ്യതയുണ്ടോ അവിടെയൊക്കെ അന്വേഷിച്ചു, ഒരിടത്തും കിട്ടിയില്ല, ഒരിടത്തും ഇല്ല. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് KPACയുടെ ഓഫീസിൽ ഒരു അംബാസഡർ കാറിൽ വന്ന് വയലാർ ഇറങ്ങുകയാണ്. എന്നിട്ട് തോപ്പിൽ ഭാസിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അളിയാ, ഞാനിപ്പോൾ ഒരു ഉഗ്രൻ ഭക്തിഗാനം എഴുതിയിട്ടാണ് വരുന്നത്, അളിയൻ കേട്ടാൽ ഞെട്ടും എന്ന് പറഞ്ഞു. ഇത് തോപ്പിൽ ഭാസി പറഞ്ഞതാണ്. തോപ്പിൽ ഭാസിയുടെ മുഖത്ത് ഒരു സന്തോഷം വന്നില്ല. എന്താ അളിയാ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നീ ചിരിക്കാത്തത്? അദ്ദേഹം അപ്പോഴും ഒന്നും മിണ്ടിയില്ല. എഴുതിയ പാട്ടിതാണ്, ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന് പറയുന്ന സ്വാമി അയ്യപ്പനിലെ ഏറ്റവും പ്രശസ്തമായ പാട്ട്.
കാരണം തോപ്പിൽ ഭാസി ചിരിക്കാത്തതിനൊരു കാരണമുണ്ട്. തോപ്പിൽ ഭാസി അപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നാടകത്തിൽ വേണ്ട ഗാനം, വയലാർ എഴുതേണ്ട ഗാനം തികച്ചും ഭക്തി ഇല്ലാത്തൊരു പാട്ടാണ്. ഇതിന് നേരെ ഇപ്പോൾ എന്താണോ എഴുതി വെച്ചത് അതിന് നേരെ വിപരീതമായൊരു പാട്ടാണ് വയലാറിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കേണ്ടത്. ശരിക്കു പറഞ്ഞാൽ അത് പറയാനുള്ള ഒരു മടി കൊണ്ട് തോപ്പിൽ ഭാസി അറച്ചറച്ച് മാറി നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് സന്തോഷം കളിയാടാതിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ മടിച്ചാണെങ്കിലും ആ സത്യം അദ്ദേഹം വെളിപ്പെടുത്തി. എനിക്ക് ഇതല്ല വേണ്ടത്, എനിക്ക് ദൈവമില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വരുന്ന പാട്ടാണ് വേണ്ടത്. അത് നിന്നെക്കൊണ്ട് എങ്ങനെ എഴുതിക്കും, അല്ലെങ്കിൽ നിന്നോട് എങ്ങനെ പറയും എന്ന് കരുതിയാണ് ഞാൻ മിണ്ടാതിരുന്നത് എന്ന് പറഞ്ഞു. ഇവരൊക്കെ ഒരു ആത്മസുഹൃത്തുക്കളായിരുന്നു. എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമെന്നും അളിയാന്നും ഒക്കെ വിളിക്കുന്ന ആ ഒരു ബന്ധമായിരുന്നു. പെട്ടെന്ന് വയലാർ അവിടെ നിന്നൊരു കടലാസ് വാങ്ങി അവിടെ നിന്ന് എഴുതിയ പാട്ടാണ് ശബരിമലയിലും കല്ല് ശക്തേശ്വരത്തിലും കല്ല് എന്ന് പറയുന്ന നാടകഗാനം. തോപ്പിൽ ഭാസി എന്നോട് ഇത് പറയുമ്പോൾ അദ്ദേഹം പറയായിരുന്നു, ഏറ്റവും പ്രശസ്തമായ ഭക്തിഗാനം ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന് പറയുന്ന ഭക്തിഗാനം എഴുതിയിട്ട് വന്ന് അതേ തൂലിക കൊണ്ട് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ശബരിമലയിലും കല്ല് എന്ന് എഴുതാൻ സാധിക്കുന്ന വയലാർ ഒരു അതുല്യ പ്രതിഭയാണെന്ന് പറയാൻ എനിക്കൊട്ടും മടിയില്ല. അവിടെയാണ് ഒരു കവിയുടെ, അല്ലെങ്കിൽ ഗാനരചയിതാവെന്ന് പറയുന്ന കവിയുടെ വിജയം എന്ന് തോപ്പിൽ ഭാസി എന്നോട് പറയുന്നുണ്ടായി. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. പി സുബ്രഹ്മണ്യം നമ്മുടെ കുമാരസംഭവം എന്ന സിനിമ എടുക്കുന്ന സമയം അതിലും 2 പേരാണ് പാട്ടുകൾ എഴുതുന്നത്, ONV സാറും വയലാർ രാമവർമ്മയും. 2 പേരോടും ചില കഥാസന്ദർഭങ്ങൾ കൊടുത്തിട്ട് പാട്ടുകൾ എഴുതാൻ പറഞ്ഞു. അന്ന് ഈ പറഞ്ഞതുപോലെ ഗസ്റ്റ് ഹൗസിൽ, മെരിലാൻഡിൻ്റെ ഗസ്റ്റ് ഹൗസിൽ ഇരുത്തിയാണ് വയലാറിനെ കൊണ്ട് പാട്ടുകൾ എഴുതിച്ചത്. ONV സാർ അന്ന് യൂണിവേഴ്സിറ്റി കോളേജിലെ മലയാളം അധ്യാപകനായി ജോലി നോക്കുകയായിരുന്നു. ആ സമയത്താണ് വൈകുന്നേരം ഗസ്റ്റ് ഹൗസിൽ പാട്ടുമായി എഴുതിയിട്ട് ചെല്ലാൻ പറഞ്ഞത്. ഈ സുബ്രഹ്മണ്യം ഇവർ തമ്മിൽ അറിയാതെ ഒരു പണി പറ്റിച്ചു. നാരദൻ പാടേണ്ട പാട്ട്, ആ സിനിമയിൽ നാരദൻ പാടേണ്ട പാട്ട് 2 പേരോടും എഴുതാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇതിൽ താരതമ്യേന ഏറ്റവും നല്ല പാട്ട് ഏതാണെന്ന് വെച്ചാൽ അത് സിനിമയിൽ ഉപയോഗിക്കാം എന്നായിരുന്നു. ONV സാറ് അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഈ പാട്ട് എഴുതണമല്ലോ, അന്ന് വീട്ടിലിരുന്ന് എഴുതിയില്ല അദ്ദേഹം. അത് അന്ന് പഠിപ്പിക്കാനുള്ള പോർഷൻസൊക്കെ നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് സമയം കിട്ടിയില്ല. അവിടെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അടുത്ത് ഒരു ഹോട്ടലുണ്ട്, അരുണ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടെ ആണ് ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ അധ്യാപകർ വന്നിരുന്ന് ചായ കുടിക്കുന്നത്. അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ ക്യാൻറ്റീനൊന്നുമില്ല. അവിടെ അധ്യാപകർക്ക് ഇരിക്കാനായിട്ട് ചങ്ങമ്പുഴ പഠിച്ചിരുന്ന കാലം മുതൽ ഉള്ള ഹോട്ടലാണത്. ചങ്ങമ്പുഴ അവിടെ വന്ന് സ്ഥിരം ചായ കുടിക്കുമായിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ അധ്യാപകർക്ക് ഇരിക്കാൻ വേണ്ടി പ്രത്യേകം തട്ടി വെച്ച് പ്രത്യേക ഭാഗം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ONV സാറിന് അടുത്ത 2 പീരീഡ് ഫ്രീ ആണ്, അന്ന് ക്ലാസ്സില്ല, 2 പീരീഡ് ക്ലാസ്സില്ല. ആ സമയം കൊണ്ട് ഈ നാരദന് വേണ്ടിയുള്ള പാട്ട് എഴുതി തീർക്കാമെന്ന് കരുതി ONV സാറ് നേരെ ഈ അരുണ ഹോട്ടലിലേക്ക് വരികയും അവിടെ ചെന്നിരുന്ന് പാട്ടെഴുതാമെന്ന് കരുതിയപ്പോൾ അവിടെ യൂണിവേഴ്സിറ്റി കോളേജിലെ തന്നെ ഇതുപോലെ ക്ലാസ്സില്ലാത്ത ചില അധ്യാപകർ വന്നിരുന്ന് അദ്ദേഹത്തെ ശല്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു പാട്ട് എഴുതി തീർത്തേ പറ്റൂ, എനിക്ക് വൈകുന്നേരം അത് സുബ്രഹ്മണ്യത്തെ ഏൽപ്പിക്കാനാണ്, നാളെ ദേവരാജന് അത് ഏൽപ്പിക്കണം, അതുകൊണ്ട് ഇന്ന് എഴുതിയേ പറ്റൂ, നിങ്ങൾ എന്നെ ശല്യം ചെയ്തെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടിട്ട് ONV സാർ അവിടെ ഇരുന്ന് പെട്ടെന്ന് എഴുതി ഉണ്ടാക്കിയ പാട്ടാണ് പൊൽത്തിങ്കൽക്കല പൊട്ടുതൊട്ട ഹിമശൈലോപരി എന്ന് പറയുന്ന കുമാരസംഭവത്തിലെ ഏറ്റവും പ്രശസ്തമായ പാട്ട്. സത്യശിവം എന്നൊക്കെ പറഞ്ഞ് ആദ്യം വിരുത്തമായിട്ടും പിന്നീട് പാട്ടായിട്ടും ഒക്കെ കേൾക്കുന്ന പാട്ട്. അതേസമയം വയലാർ ഗസ്റ്റ് ഹൗസിലിരുന്ന്
എഴുതിയ പാട്ടാണ് ഓംകാരം ഓംകാരം എന്ന് പറയുന്ന അതിലെ തന്നെ മറ്റൊരു പ്രശസ്തമായ ഗാനം. ഈ 2 പാട്ടും കിട്ടിയപ്പോൾ സുബ്രഹ്മണ്യത്തിന് മലയാളം അത്ര കണ്ട് വശമില്ല. അതുകൊണ്ട് അദ്ദേഹം ദേവരാജ മാഷ ഈ 2 പാട്ടും കൂടെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മാഷ ഇതിൽ ഏറ്റവും നല്ല പാട്ട് നാരദന് വേണ്ടി തിരഞ്ഞെടുക്കുക, അതുമാത്രം ട്യൂൺ ചെയ്താൽ മതി, എന്നിട്ട് മറ്റൊരു പാട്ട് നമുക്ക് ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞു. അന്ന് സുബ്രഹ്മണ്യം അങ്ങനെ ചെയ്താൽ ആരും പരിഭവിക്കില്ല, അതായിരുന്നു അക്കാലത്തെ അവസ്ഥ. ദേവരാജൻ മാഷ് 2ഉം വായിച്ചപ്പോൾ ഒന്നിനൊന്ന് മെച്ചം, ഒന്നും ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. ദേവരാജൻ മാഷ് എന്നോട് ഇത് ONV സാറും ദേവരാജൻ മാഷും ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. ദേവരാജൻ മാഷ് 2 പാട്ടും ചിട്ടപ്പെടുത്തിയിട്ട് സുബ്രഹ്മണ്യത്തോട് പറഞ്ഞു, എനിക്ക് ഒരു പാട്ട് ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല, അതുകൊണ്ട് ഞാൻ 2ഉം ചിട്ടപ്പെടുത്തി, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. സംവിധായകൻ എന്ന നിലയിൽ പരമാധികാരി നിങ്ങളാണല്ലോ സിനിമയെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന്. സുബ്രഹ്മണ്യം ആലോചിച്ചപ്പോൾ ദേവരാജൻ മാഷ് ചിട്ടപ്പെടുത്തിയ ഈണം കേട്ടപ്പോൾ 2 പാട്ട് ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. അങ്ങനെ സിനിമയിൽ നാരദൻ ഒരു പാട്ടും പാടിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നു, വയലാർ എഴുതിയ ഒരു പാട്ടും പാടിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നു. പിന്നീട് സിനിമയുടെ കുറേ ഘട്ടം കഴിയുമ്പോൾ ONV സാർ എഴുതിയ പുൽത്തിങ്കൽ കല എന്ന പാട്ടും പാടിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നതായിട്ട് ആ സിനിമ കണ്ടവർക്കറിയാം. 2 പാട്ടും സിനിമയിൽ നാരദൻ പാടുന്നതായിട്ട് ചിത്രീകരിച്ചു. അങ്ങനെ അവിചാരിതമായിട്ട് നാരദന് 2 പാട്ട് കിട്ടിയ ഒരു സിനിമ കൂടിയാണ് കുമാരസംഭവം. ഒരിക്കൽ, അതായത് നീലക്കുയിൽ എന്ന സിനിമ 1954 റിലീസ് ചെയ്ത് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞ സമയത്ത് നമ്മുടെ പി ഭാസ്കരൻ മാഷും ശോഭന പരമേശ്വരൻ നായരും, നിർമ്മാതാവ് ശോഭന പരമേശ്വരൻ നായരും കൂടി കോഴിക്കോട് വളരെ ഉള്ളിൽ കല്ലായിക്കുമൊക്കെ അപ്പുറത്ത് ഏതോ ഒരു സ്ഥലത്ത് എന്തോ ആവശ്യത്തിന് പോയി, രാത്രിയായിപ്പോയി. അപ്പോൾ അവിടെ നിന്ന് മടങ്ങി വരാൻ അന്ന് ബസ്സൊന്നുമില്ല. ഇവരെന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ കല്ലായിലേക്ക് തടി കയറ്റി വരുന്ന ലോറികളിങ്ങനെ നിരനിരയായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കണ്ട ലോറിയെ കൈ കാണിച്ച് നിർത്തി അവരതിൽ കയറി. വണ്ടിക്കൂലി കൊടുത്താൽ ഈ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ട് വിടും, അന്നങ്ങനെയാണ് അന്നത്തെ രീതി. അപ്പോൾ ഇവർ 2 പേരും ഡ്രൈവറുടെ ഒരാളടുത്തും ഒരാൾ പുറകിലുമായിട്ടിരുന്നു. വണ്ടി നല്ല രാത്രിയായി കഴിഞ്ഞു. രാത്രിയായ സമയത്ത് നിശബ്ദതയിൽ വണ്ടിയുടെ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. കുറച്ച് അകലം കഴിഞ്ഞപ്പോൾ ആ ഡ്രൈവർ ഇരുന്ന് പാടാൻ തുടങ്ങി. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകലിക്കിയ സുന്ദരി എന്ന നീലക്കുയിലെ അതിപ്രശസ്തമായ മാപ്പിളപ്പാട്ട് ഒരിക്കൽ പാടി. അപ്പോൾ ശോഭന പരമേശ്വരൻ നായർ ഭാസ്കരൻ മാഷിൻ്റെ മുഖത്തേക്ക് നോക്കി. ഭാസ്കരൻ മാസ്റ്റർ വന്ന് ചിരിച്ചു. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു പാട്ട് പാടുന്നു എന്നുള്ള നിലയിൽ, ഭാസ്കരൻ മാഷ് എഴുതിയതാണെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ലല്ലോ പാടുന്നയാളിന്. അത് പാടിയതിൻ്റെ ഒരു ഇതുകൊണ്ട്, സന്തോഷം കൊണ്ടാണ് ശോഭന പരമേശ്വരൻ നായർ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയത്, ഭാസ്കരൻ മാഷിൻ്റെ. ഈ പാട്ട് പാടി കഴിഞ്ഞ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതേ പാട്ട് തന്നെ അദ്ദേഹം വീണ്ടും പാടി. അങ്ങനെ നേരം വെളുക്കുമ്പോൾ, പല വെളുക്കുമ്പോൾ ഇവർ ലക്ഷ്യസ്ഥാനത്ത് കോഴിക്കോട് വന്നിറങ്ങുമ്പോൾ അനവധി തവണ ഈ പാട്ട്, ഒരേ പാട്ട് തന്നെ ഈ ഡ്രൈവർ ആവർത്തിച്ച് പാടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇവരിറങ്ങാൻ സമയത്ത് വണ്ടിക്കൂലി കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ശോഭന പരമേശ്വരൻ നായർ ചോദിച്ചു, നിങ്ങളെന്താ ഒരേ പാട്ട് തന്നെ പല ആവർത്തി, ആ സിനിമയിൽ എത്രയോ പാട്ടുകൾ വേറെയുണ്ട്, അതൊന്നും പാടാതെ ഈ ഒരു പാട്ട് തന്നെ വീണ്ടും വീണ്ടും പാടിയത്? അപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞു, എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരാതിരിക്കാനുള്ള മരുന്നാണ് ഈ പാട്ട്. അതിൽ പല പാട്ടുകളുമുണ്ട്, സത്യമാണ്, എനിക്ക് പലതും ഇഷ്ടവുമാണ്. പക്ഷേ ഈ പാട്ട് പാടുമ്പോൾ കിട്ടുന്ന മനസ്സിനുള്ളൊരു സുഖം വേറൊരു പാട്ടിനുമില്ല. അപ്പോൾ ശോഭന പരമേശ്വരൻ നായർ പറഞ്ഞു, എന്നാൽ ഒരു സത്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഇത്രയും നേരം നിങ്ങൾ ഒരേ പാട്ട് തന്നെ ആവർത്തിച്ചു കൊണ്ട് പാടിക്കൊണ്ടിരുന്ന ആ പാട്ടെഴുതിയ ആളാണ് ഇത്രയും സമയം
നിങ്ങളുടെ അടുത്ത് മുട്ടിയിരുന്ന് യാത്ര ചെയ്തത് എന്ന്. ഡ്രൈവർ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം ഭാസ്കരൻ മാഷിനെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ കവിളുകളിൽ തെരുതെരെ ഉമ്മ വെച്ചു. ഈ സംഭവം ഭാസ്കരൻ മാഷും ശോഭനാ പരമേശ്വരൻ നായരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഭാസ്കരൻ മാഷ് ഒന്നുകൂടെ പറഞ്ഞു, ആ പാട്ടിന് കിട്ടിയ ആദ്യത്തെ അംഗീകാരമാണ് ആ ഡ്രൈവറുടെ കൊച്ചു വെളുപ്പാങ്കാലത്ത് എനിക്ക് കിട്ടിയ ചുംബനങ്ങൾ എന്ന്. പാട്ട് ജനകീയമാവുന്നതിൻ്റെ ഒരു പുതിയ ശൈലി അതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഏത് പാട്ടാണ്, എപ്പോഴാണ്, അത് എങ്ങനെയാണ് ജനകീയമാകുന്നത് എന്ന് പറയാനൊക്കില്ല. ആ സത്യം പറഞ്ഞാൽ ആ പാട്ട് പാടേണ്ടത് ഒരു അബ്ദുൽ ഖാദറാണ്. കോഴിക്കോട് അബ്ദുൽ ഖാദറല്ല, വേറൊരു അബ്ദുൽ ഖാദറാണ്. അബ്ദുൽ ഖാദർ പാടാനും വന്നു. പലതവണ പാടിയിട്ടും ശരിയാകാത്തത് കൊണ്ട് രാത്രി വളരെ വൈകി 12:30-ക്ക് ശേഷം അതിൻ്റെ സംഗീത സംവിധായകനായ കെ രാഘവൻ തന്നെ ആ പാട്ട് പാടണം എന്ന് അതിൻ്റെ നിർമ്മാതാവിനും ഭാസ്കരൻ മാഷിനുമുള്ള നിർബന്ധം കൊണ്ട് ഉറക്കച്ചടവോടെ പാടിയ പിന്നെ നമ്മുടെ രാഘവൻ മാഷ് പാടിയ പാട്ടാണത്. ആ പാട്ടാണ് ഈ ഡ്രൈവർ ഏറ്റവും മനോഹരമായി പലതവണ പാടി അദ്ദേഹത്തിൻ്റെ ഉറക്കമില്ലാതാക്കാൻ മാറ്റിയ പാട്ടായി മാറിയത്. ഈ കഥ പറയുമ്പോൾ ഭാസ്കരൻ മാഷിൻ്റെ മുഖത്തെ ആ സന്തോഷം ഞാൻ വായിച്ചെടുത്തതാണ്. ശോഭനാ പരമേശ്വരൻ നായരും ഇതേ കഥ തന്നെ, ഇതേ സംഭവം തന്നെ എന്നോട് പറയുകയുണ്ടായി. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലിക്കിയ സുന്ദരി എന്ന പാട്ട് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ അന്ന് പാടിക്കൊണ്ടാണ് അദ്ദേഹം കുളിക്കുന്നത്. ഇങ്ങനെ അദ്ദേഹത്തെ കാണാൻ ഒരു അതിഥി വന്നിരിക്കുന്നുവെന്ന് ജോലിക്കാരൻ പറഞ്ഞപ്പോൾ തുവർത്തുകൊണ്ട് തല തോർത്തിക്കൊണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് സർദാർ കെ എം പണിക്കർ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ എഴിച്ച് തൊഴുത് വണങ്ങി പി ഭാസ്കരൻ. എന്നിട്ട് പറഞ്ഞു, അങ്ങിപ്പോൾ പാടിയ പാട്ട്, ഇന്നലെ അങ്ങ് പ്രശംസിച്ച പാട്ടുകൾ എഴുതിയ പി ഭാസ്കരനാണ് ഞാൻ.